ഈ ഒരു അഫ്ഗാനി പുലാവ് ഒരു ഗെയിം ചേഞ്ചർ ആട്ടോ. ഇത് ഞാൻ 3 തവണ ഉണ്ടാക്കി. എപ്പോഴൊക്കെ ഉണ്ടാക്കിയോ ഞാൻ ഇതിൻ്റെ ഒരു ഫാനായി മാറുകയാണ് ചെയ്തത്. അതായത് ഞാൻ ഈ റെസിപ്പി കണ്ടുപിടിച്ചത് ഒതൻറ്റിക് അഫ്ഗാനി ചാനലിന് അവരുടെ റെസിപ്പി നോക്കിയിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയത്. വളരെ ഫ്ലേവർഫുൾ ആയിട്ടുള്ള ഒരു റൈസാണ്. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഈ പറഞ്ഞ സ്പൈസസ് എല്ലാം കൂടെ ഇട്ട് ഒന്ന് റോസ്റ്റ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഗീയിൽ നമുക്ക് ക്യാരറ്റും അതുപോലെ തന്നെ ബ്ലാക്ക് റൈസിൻസും പഞ്ചസാരയിലൊന്ന് സോട്ട് ചെയ്ത് മാറ്റി വെക്കണം. ഇത് നമുക്ക് ലാസ്റ്റ് ഗാർണിഷിങ്ങിന് വേണ്ടിയുള്ളതാണ്. എന്നിട്ട് നമുക്ക് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഗീയിലാണ് ഇവർ ഒതൻറ്റിക് ആയിട്ട് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഓയിലും യൂസ് ചെയ്യാം, ബട്ട് ഗീ ആണ് കുറച്ചും കൂടെ ടേസ്റ്റ് ബെറ്റർ. എന്നിട്ട് തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് സവാള ഇട്ട് നന്നായിട്ട് ബ്രൗൺ ആക്കി വഴറ്റിയെടുക്കണം. ഈ ഒരു സ്റ്റെപ്പ് കമ്പൽസറിയാണ്. ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യരുത്. ദെൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പച്ചമുളക് കൊണ്ടിട്ട് നന്നായി സോട്ട് ചെയ്തതിന് ശേഷം കഴുകി വെച്ച് ചിക്കൻ ആഡ് ചെയ്യാം. പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച് പൊടിച്ച ആ ഒരു മസാല ഉണ്ടല്ലോ, അതും കൂടെ ഇതിലിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എത്ര അരിയാണോ എടുക്കുന്നത് അതിൻ്റെ ഒരു ഇരട്ടി വെള്ളവും അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇട്ട് ചിക്കൻ ഒന്ന് ഹാഫ് വേവ് ആക്കി മാറ്റി വെക്കണം. ഈ സമയം നമുക്കിതിലേക്ക് പെപ്പർ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 1 hour സോക്ക് ചെയ്ത ബസ്മതി റൈസും കൂടെ ഇട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഒരു ക്യാരറ്റും ബ്ലാക്ക് റൈസിൻസും ഇതൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ആഡ് ചെയ്യാം. നല്ല ടേസ്റ്റാണ്. ഈ ഒരു ചിക്കൻ സ്റ്റോക്കിലാണ് റൈസ് കുക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സ്പൈസസും പിന്നെ ഈ ക്യാരറ്റിൻ്റെ ഒക്കെ അടിപൊളി ടേസ്റ്റാട്ടോ. ഇതൊന്ന് ഉണ്ടാക്കിയിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.